അങ്ങനെ അടുത്ത പണിപ്പുരയായിട്ട് ബിഗ് ബോസ് വന്നു. ഇത്തവണ പണിപ്പുര ടാസ്ക് വന്നിരിക്കുന്നത് മറ്റു കണ്ടസ്റ്റൻസിനും കൂടി പണിയായിട്ടാണ്. അങ്ങനെ ക്യാപ്റ്റനായ നെവിൻ 5 വൈൽഡ് കാർഡ്സിനെയും പണിപ്പുരയുടെ പുറത്ത് കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞതിനനുസരിച്ചിട്ട് കണ്ണ് കെട്ടിയിട്ടാണ് ഇത്തവണ കൊണ്ടുപോകുന്നത് പണിപ്പുരയിലേക്ക്. അപ്പോൾ 3 ബസറുകൾ മാറി മാറി അടിക്കും. അപ്പോൾ ഓരോരോ ബസർ അടിക്കുമ്പോൾ ഇവർ സാധനങ്ങൾ എടുത്തിരിക്കണം. പിന്നെ അടുത്ത ബസറിന് ഇവർ സാധനങ്ങൾ എടുത്ത് കണ്ണ് കെട്ടിയിരിക്കുന്ന അഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം. അപ്പം നെവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട് സാധനങ്ങൾ ഇവരെടുക്കുന്നതിൽ ചിലപ്പം നെവിനും പണി ഉണ്ടായേക്കാം എന്ന്. അപ്പോൾ സാധനങ്ങൾ ഇവർ മാറ്റി മാറ്റി വെക്കണം. അപ്പം നെവിനും ഹെൽപ്പറായിട്ട് ബിന്നിയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അധികമൊന്നും അങ്ങനെ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബസർ അടിച്ചപ്പോഴന്നെ ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു സാധനത്തിൽ നിന്നും കിട്ടിയ പണി, അതായത് ഒരു ദിവസം മുഴുവൻ സംസാരിക്കാതെ ഇരിക്കണം എന്നുള്ളത് ഇവർ കൊടുക്കുന്നത് അനുവിനും നെവിനുമാണ്. ഇത് അത്യാവശ്യം ഒരു സ്ക്രീൻ സ്പേസ് എടുക്കാൻ പറ്റിയൊരു സംഭവമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അപ്പാനി ഉടനെ അനുവിൻ്റെ പിറകെ പോകുന്നുണ്ട്. ഓരോന്നും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അനു കൈ പിടിച്ച് നടക്കുന്ന ആ ഒരു ടോയൊക്കെ എടുത്ത് അപ്പാനി എറിയുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നെവിൻ ജബ ജബ കളിച്ച് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നെവിൻ്റെ സംസാരം കേട്ടപ്പോൾ പഞ്ചാബി ഹൗസിലെ ആ ഒരു ഭാഷ തന്നെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ നെവിൻ ജബ ജബ കളിച്ചൊരു സൈഡിൽ പോയി കിടന്നു. അനു ആണെങ്കിൽ വീടിന് ചുറ്റും നടക്കുന്നുണ്ട്. മറ്റു വീട്ടുകാരാണെങ്കിൽ ചിലവർ അനുവിൻ്റെ പിറകെ നടക്കുന്നത് സംസാരിപ്പിക്കാനായിട്ട്, കുറച്ച് സ്ക്രീൻ സ്പേസിനും കോണ്ടന്റിനും ഒക്കെ ആയിരിക്കാം. ഇനിയിപ്പോൾ അവർ സംസാരിച്ച് പോയ പ്രത്യേകിച്ച് പണിഷ്മെൻ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.